നമ്മളെല്ലാം ചെയ്യണത് ശരിയാണെന്ന് നമുക്കല്ലേ തോന്നുള്ളൂ. നമ്മൾ ചെയ്യണത് തെറ്റാണെന്ന് വേറൊരാൾക്ക് തോന്നാം. അവരെന്നെ ശക്തമായി വിമർശിച്ചു. ഒരു തെറ്റ് പറ്റിയാൽ മനുഷ്യ സഹജമല്ലേ, എനിക്ക് തെറ്റ് പറ്റി വിഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അതിലൊന്നും ഒരു കുറവില്ല. അപ്പോൾ നമ്മൾ ചെറുതാവില്ല. തോൽവി ഉണ്ടായാൽ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കായിരിക്കും. കേരളത്തിൽ രാഷ്ട്രീയ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ 5 വർഷവും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രകളുടെ കാലമാണ്. ഇപ്പോൾ നവയുഗ യാത്രയുമായി പ്രതിപക്ഷ നേതാവ് 4 ജില്ലകൾ പിന്നിട്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെത്തിയിരിക്കുകയാണ്. ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ ഉറപ്പിച്ച് പറയുന്നു. ഈ ജാഥയുടെ ആരംഭവും അതിന് മുമ്പും ഒക്കെ തന്നെ അതിശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് താങ്കൾ കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ വീഴ്ചകൾ അല്ലെങ്കിൽ പരാജയങ്ങൾ, അവരേറ്റവും കൂടുതൽ പരാജയം വരുത്തിവെച്ച മേഖലകൾ ഏതാണ്? ഞങ്ങൾ പുതുയുഗ യാത്രയുമായി കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഗവൺമെൻറ്റിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരേണ്ട ഒരു മുന്നണിയാണ്. ഗവൺമെൻറ് എവിടെയെല്ലാം പരാജയപ്പെട്ടു, ഏതെല്ലാം രംഗങ്ങളിൽ പരാജയപ്പെട്ടു, അവിടെയെല്ലാം ഞങ്ങൾക്ക് ബദൽ പദ്ധതികളുണ്ട്. സാധാരണഗതിയിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം യാത്രകൾ നടക്കുമ്പോൾ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇവിടെ രാഷ്ട്രീയം പറയുന്നുണ്ട്, പക്ഷേ 25% രാഷ്ട്രീയം പറയുന്നു. കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണി നടത്തുന്ന യാത്രയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഭാവി കേരളത്തെക്കുറിച്ചാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയർ പറയണം, അത് പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ്. ഏറ്റവും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഗവൺമെൻറ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോൾ ഒരു ഗവൺമെൻറ് പിരിയുമ്പോൾ ഏകദേശം 6 ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. എടുക്കാവുന്ന മുഴുവൻ കടമെടുത്ത് കഴിഞ്ഞു. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് വരെ കടമെടുത്തു, ക്ഷേമനിധികളിൽ നിന്ന് കടമെടുത്തു, കടമെടുപ്പിൻ്റെ പരിധിക്ക് അപ്പുറത്തും വലിയ എമൗണ്ട് കടമെടുത്തു. അത് ഇനിയിപ്പോൾ പേ കമ്മീഷൻ 2024 വെക്കേണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് വന്ന് ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ടായിരുന്നു. അത് അവർ അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക് വെച്ചു. ലീവ് സറണ്ടർ അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക് വെച്ചു. 6 DA കുടിശ്ശിക വരുത്തി വെച്ചിട്ടാണ് ഗവൺമെൻറ് 1 ലക്ഷം കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി കൊടുക്കാനുണ്ട് സർക്കാർ. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ലാഭത്തിലായിരുന്നു, അത് 50,000 കോടി രൂപയുടെ നഷ്ടത്തിലാണിപ്പോൾ. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഞാൻ ഓരോ കാര്യം പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ് കഴിഞ്ഞ 11 മാസം. എന്തുകൊണ്ടാണ്? മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. മാർക്കറ്റിൽ ഇടപെടാൻ ഏറ്റവും നല്ല സ്ഥാപനമുള്ള സ്ഥലമാണ് കേരളം. സപ്ലൈകോ ഉണ്ട്, സപ്ലൈകോയ്ക്ക് പൈസ കൊടുക്കില്ല. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. നെല്ല് സംഭരിക്കാൻ പോലും അവരെ കൊണ്ടാകുന്നില്ല. അപ്പോൾ സപ്ലൈകോ തകർന്നു, വിലക്കയറ്റമുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് തകർന്നു. വാട്ടർ അതോറിറ്റി വലിയ ബാധ്യതയിലാണ്. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ആ പദ്ധതി വഴി കിടക്കുകയാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികളാണ് ഗവൺമെൻറ് കൊടുക്കാനുള്ളത്. മരുന്നിൻ്റെ പ്രോപ്പറായിട്ടുള്ള സപ്ലൈ ഇല്ല, മരുന്നില്ല ആശുപത്രികളിൽ. എക്യുപ്മെൻസൊക്കെ മെയിൻറ്റെയിൻ തുരുമ്പെടുത്ത് പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ക്ഷേമനിധികൾ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 7ഓളം ക്ഷേമനിധികളാണ് തകർന്നിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ അവർ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളുകളാണ്. അവരുടെ പെൻഷൻ കിട്ടിയിട്ട് 18-19 മാസമായി. അംഗൻവാടി, തയ്യൽ തൊഴിലാളി എല്ലാം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു പരാജയത്തിൻ്റെ സംഭവമാണ്. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്നാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ സാധാരണ മെഡിക്കൽ കോളേജുകളിലേക്ക് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നുമാണ് റെഫറൻസ് അല്ലേ. ഇവിടുത്തെ വളരെ കാസർഗോഡും വയനാടും ഒക്കെയുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് അവിടെ പേഷ്യൻ്റ് ചെന്നാൽ ജില്ലാ ആശുപത്രിയിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്ക് റിവേഴ്സ് റെഫറൻസാണ്. അത്ര പരിതാപകരമാണ്. മരുന്ന് പ്രോപ്പറായിട്ടില്ല, സ്റ്റാഫില്ല, റിസോഴ്സ് പ്ലാനിങ് ഇല്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗം, കുട്ടികൾ മുഴുവൻ വിദേശത്തേക്ക് പോവുകയാണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ പഠിക്കുമ്പോൾ 90% മാർക്കുണ്ടെങ്കിൽ മാത്രം കിട്ടുമായിരുന്ന കോഴ്സുകളിൽ പഠിക്കാൻ കുട്ടികളില്ല, PGക്ക് കുട്ടികളില്ല. അപ്പോൾ ലോകത്തിലെ ഒരു തൊഴിൽ മാർക്കറ്റ് മാറുകയാണ്, തൊഴിലിൻ്റെ സ്വഭാവം മാറുകയാണ്. കമ്പ്യൂട്ടർ വന്ന കാലത്താണൊന്ന് മാറിയത്, ഇപ്പോൾ വീണ്ടും വേഗത്തിൽ മാറുകയാണ്. അത് അനുസരിച്ച് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനുബന്ധമായിട്ടുള്ള കോഴ്സുകൾ വരണം, റീസ്ട്രക്ചർ ചെയ്യണം. യൂണിവേഴ്സിറ്റികളുടെ സ്ഥിതി എന്താ? എല്ലായിടത്തും പ്രശ്നമാണ്. വൈസ് ചാൻസലർമാരില്ല, ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ തർക്കം, അനിശ്ചിതത്വം, കരിക്കുലത്തിൽ ഒരു ചേഞ്ചും വരുന്നില്ല. ആര് പഠിക്കുക ഈ കോഴ്സിൽ?
കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി ജർമ്മനിയിലേക്കും കാനഡയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോവുകയാണ്. വിദ്യാഭ്യാസ രംഗത്തിൻ്റെ സ്ഥിതി ഇതാണ്. പല കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല, ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. അങ്ങനെ ഒരുപാട് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള കാർഷിക മേഖല അവരെ അഡ്രസ്സ് ചെയ്യുന്നില്ല. കൃഷി തകർന്നുകൊണ്ടിരിക്കുകയാണ്. വൈൽഡ് ലൈഫ് അറ്റാക്കാണ് എല്ലായിടത്തും. വന്യജീവി ആക്രമണം നടക്കുകയാണ്. അതിനെ ഒന്നും പ്രതിരോധിക്കാൻ അത് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആന ചവിട്ടി കൊന്ന അയ്യോ കഷ്ടമായിപ്പോയി, പുലി കടുവ കടിച്ചു വന്ന അങ്ങനെ ആയിപ്പോയി. അല്ലാതെ പരമ്പരാഗതമായ രീതിയോ ആധുനികമായ സങ്കേതങ്ങളോ ഒന്നും അന്വേഷിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവർക്കെതിരായിട്ടുള്ളൊരു കുറ്റപത്രം. ഇപ്പോൾ ഞാൻ ഏറ്റവും ഉദാഹരണം പറയാം. ലോക്കൽ ബോഡികൾ കേരളത്തിൽ കഴിഞ്ഞ 3-4 കൊല്ലം കൊണ്ട് പട്ടി കടിച്ചത് 4 ലക്ഷം പേര്. അതെ, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്, കുട്ടികളെ വിടാൻ പേടിയാണ്, ചെവി വരെ കടിച്ചുകൊണ്ട് പോവാ. എത്ര ഭീകരമായിട്ടാണ് അതിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ചെയ്തോ? വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും നേരത്തെ തന്നെ നിയമസഭയിലൊക്കെ അതിശക്തമായി ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം തിരിച്ചൊരു മൂന്നാമത് പിണറായി സർക്കാർ വരുമെന്ന വലിയ പ്രതീക്ഷ ഇടതുപക്ഷ ക്യാമ്പിലും ശക്തമാണ്. ആ ഒരു ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു LDFൻ്റെ മേഖലാ ജാഥ കടന്നുപോയി. അവരും അവകാശപ്പെടുന്നത് സമാനമായി തിരിച്ച് ഒരു മൂന്നാമത്തെ പിണറായി സർക്കാർ വരുമെന്നതാണ്. എന്തായിരിക്കാം അങ്ങനെ ഒരു പ്രതീക്ഷ പകരുന്നത്? ഒരു പ്രതീക്ഷ അവർക്കില്ല. അവർക്ക് തോക്കുമെന്ന് പറയാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് ദയനീയമായ പരാജയമാണ് അവരെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 2 ജാഥയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യും. നിങ്ങൾ ഓരോ സ്ഥലത്തും നോക്ക്. കണ്ണൂർ ജില്ല CPMൻ്റെ മുഖ്യമന്ത്രിയുടെയും അവരുടെ പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയാണ്. അവിടെ CPM സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജാഥയും ഞങ്ങളുടെ ജാഥയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്ക്. ജനപങ്കാളിത്തം എവിടെയായിരുന്നു എന്ന് നോക്ക്. ജനങ്ങൾ ഇവരെ വെറുക്കുകയാണ്. ഈ പിണറായി 3 എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തലയിൽ കൈവയ്ക്കുകയാണ്. ഇവർ മൂന്നാമതും വരികയാണെന്ന്. ഒരു കാരണവശാലും വരില്ല. അത്രമാത്രം ഞാൻ പറഞ്ഞ പല ഗവൺമെൻറ്റുകളോട്, ഇപ്പം ഞങ്ങളുടെ ഗവൺമെൻറ്റുകൾ ഉൾപ്പെടെ എതിർപ്പുണ്ടാവും ജനങ്ങൾ. സ്വാഭാവികമാണ്. നാളെ ഒരു ഗവൺമെൻറ് വന്നാലും പല കാര്യത്തിൽ എതിർപ്പുണ്ടാവും. ഇത് ജനങ്ങൾ വെറുക്കുന്ന ഗവൺമെൻറ്റാണ്. ആ രീതിയിലേക്ക് ഇവർ പോയി. ഇവർക്ക് ഒരു സൊല്യൂഷനും ഇല്ല ഒരു കാര്യങ്ങളിൽ. ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ GST വന്നപ്പോൾ കേരളം കൺസ്യൂമർ സ്റ്റേറ്റാണ്. ലാസ്റ്റ് പോയിന്റിൽ ടാക്സാണ്. ഇന്ത്യയിൽ ഒന്നാമത് നികുതി വരുമാനം ഉണ്ടാകേണ്ടിയിരുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ 10% താഴെയാണ്. വളരെ ദയനീയമാണ്. അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പരാജയപ്പെട്ടു, ടാക്സ് കളക്ഷൻ പരാജയപ്പെട്ടു, അവരുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പരാജയപ്പെട്ടു. എക്കോണമി തന്നെ തകർത്തിട്ടാണ് പോകുന്നത്. ഇപ്പം ടീം UDF എന്ന പേരിൽ താങ്കൾ പ്രതിപക്ഷ നേതാവായി വന്ന ശേഷം ഒരു പൊതുവിൽ കോൺഗ്രസ്സിലായാലും UDFയിലായാലും ഒരു അടുക്കും ചിട്ടയും വന്നതായിട്ട് പൊതുവിൽ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. നിലവിൽ പോകുന്ന ഈ ഒരു അന്തരീക്ഷം സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനോടടുത്ത് വരുമ്പോഴാണ് മുന്നണിയിലും പാർട്ടികളിലുമൊക്കെ ഭിന്നസ്വരങ്ങൾ രൂപപ്പെടുക. ഇപ്പം സീറ്റ് വിഭജനവും അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയവും അത് ഒരു വളരെ സൗഹാർദ്ദപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സീറ്റ് വിഭജനം UDFയിലെ സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലാണ്. ഞങ്ങൾ നേരത്തെ തീർക്കാമായിരുന്നു. മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഡിലേ ചെയ്യിപ്പിച്ചാണ്. ഞങ്ങൾ 24 മണിക്കൂറിനകം തീർക്കണം എന്ന് തീരുമാനിച്ചാൽ 24 മണിക്കൂറിനകം തീർക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഞാൻ വെറുതെ അല്ല ടീം UDF എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാമല്ല, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് UDFയിലെ കക്ഷികൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു അവസരം കേട്ടോ എവിടെയെങ്കിലും? പണ്ട് മലപ്പുറം ജില്ലയിൽ 32 പഞ്ചായത്ത് ലീഗ് CPMുമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് CPMുമായിട്ട് ചേർന്ന് സാമ്പാർ മുന്നണിയാണ്. ഇന്ന് കേരളത്തിൽ ഒരൊറ്റ പഞ്ചായത്തിലില്ല, ഒറ്റ മുനിസിപ്പാലിറ്റിയിലില്ല. ഒരു ഘടകകക്ഷിയായിട്ട് തർക്കമില്ല. എല്ലായിടത്തും ചെറിയ ഘടകകക്ഷികൾക്കും വലിയ ഘടകകക്ഷികൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഞങ്ങളിപ്പോൾ സീറ്റ് ചർച്ച നടക്കുന്നത് തന്നെ സീറ്റുകൾ കൂടുതൽ വച്ചു മാറുകയാണ്. അപ്പോൾ കുറേ ഈ CPM ഇങ്ങനെ പ്രചരിപ്പിച്ചു ലീഗ് കൂടുതൽ സീറ്റ് ചോദിച്ചു. ലീഗ് ഒരു സീറ്റ് പോലും കൂടുതൽ ചോദിച്ചിട്ടില്ല. ഒരു സീറ്റ് പോലും, ഒരു സമ്മർദ്ദം ഞങ്ങളുടെ മീതയില്ല. ലീഗ് ഒന്നും ഒരു തരത്തിലുള്ള സമ്മർദ്ദം. ഞങ്ങൾക്ക് 2 കൂട്ടർക്ക് സമ്മതമാണെങ്കിൽ ചില സീറ്റുകൾ ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്, ചില സീറ്റ് അവർ തോറ്റുകൊണ്ടിരിക്കുക. അത് വെച്ച് മാറിയ 2 പേരും ജയിക്കാൻ പറ്റുമെന്നല്ലാതെ അതിനും നിർബന്ധമില്ല. അത് 2 കൂട്ടർക്ക് സമ്മതമാണെങ്കിൽ, അവർക്ക് ഞങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ വെച്ചു മാറും. ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഒരു ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നും ഇല്ല. അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും, അവരെ നമ്മൾ മോശക്കാരാക്കില്ല. ആ ഒരു സ്പിരിറ്റ് ഉണ്ട്. കോൺഗ്രസും ഇതൊക്കെ ഒരു 5-10 സീറ്റല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ളൂ. ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങൾക്കൊരു പ്രൊസീജിയറുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റി വന്നു, അവരെല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഇനി നമ്മൾ ഡോക്കറ്റ് പ്രിപ്പയർ ചെയ്യും.
ആ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ലീഡേഴ്സ് ഇൻഫോർമലായി ഇരുന്നപ്പോൾ തന്നെ മിക്കവാറും സ്ഥലത്ത് ഏകകണ്ഠമായിട്ടാണ് സ്ഥാനാർത്ഥികൾ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു വളരെ പെട്ടെന്ന് എപ്പോൾ തീരുമാനിച്ചാലും ഒരു 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ 24 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ തീർക്കാവുന്ന ഒരു പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഘട്ടത്തിൽ തന്നെയാണ് താങ്കൾ പറഞ്ഞത് ചില വിസ്മയങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. താങ്കൾ പ്രതീക്ഷിച്ച ആ വിസ്മയം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയാത്തത് കൊണ്ടാണോ സീറ്റ് വിഭജനം നീണ്ടത്? അല്ല, വിസ്മയം സീറ്റ് വിഭജനങ്ങൾ തീർന്നത് വേറെ പല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം ഒന്ന് വൈകിപ്പിച്ചാണ് പല കാരണങ്ങൾ. പല വിസ്മയങ്ങളെന്ന് വെച്ചാൽ പല വ്യക്തികളും വരും, ഒരു സംശയമില്ല UDFിലേക്ക്. UDFിൻ്റെ കൂടെ ഞാനൊരു കാര്യം, ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്താം. 2001 ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം കിട്ടിയത്. 2005 ശേഷം ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട്ടുപോയിട്ടുണ്ട്. എന്നുവെച്ചാൽ പാർട്ടിയിൽ നിന്നല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന പല ഗ്രൂപ്പുകളും വിട്ടുപോയിട്ടുണ്ട്. 2011 പോലും ഞങ്ങൾക്ക് ഉണ്ടായ വിജയം നേരിയ വിജയമാണ്. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പം സമഗ്രമായ വിജയം ഉണ്ടാവും. 2005 മുതൽ UDFിനെ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവരും, ഞാൻ അത്രേ പറയുള്ളൂ. ഇപ്പോൾ ഉള്ളത് ഒരു കോൺഫെഡറേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, കുറേ ഘടകകക്ഷികൾ കൂടിയ ഒരു മുന്നണി മാത്രമല്ല UDF. അതൊരു വിശാലമായ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ അകത്ത് പല സോഷ്യൽ ഘടകങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഇടതുപക്ഷ സഹയാത്രികരുണ്ട്, ഒരുപാട് ആളുകൾ അറിയാമല്ലോ. പലരും നമ്മളോടൊരു ഞങ്ങളൊരു നിലപാടെടുത്തത് ഇവർ തീവ്ര വലതുപക്ഷമാണ്. അപ്പോൾ ഒരു പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് കിട്ടേണ്ട പല വോട്ടുകൾ പോലും ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വന്നു തരും. കാരണം ഞങ്ങളുടെ നിലപാടുകൾ കൊണ്ടാണ്. ഞങ്ങളുടെ നിലപാടുകൾക്ക് ഞങ്ങൾ വെള്ളം ചേർക്കാത്ത നിലപാടാണ്, സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനിങ്ങാണ്. അതിൻ്റെ അകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ശക്തമായ നിലപാടാണ്. ഈ കർക്കശമായ നിലപാട് എന്ന് ചിലപ്പം താങ്കളുടെ ഈ നിലപാടുകളെ അങ്ങനെ വിലയിരുത്തി പോകുന്നുണ്ട്. അത് നല്ല അഭിപ്രായത്തിൽ കാണുന്നവരാണ് പൊതുസമൂഹത്തിലുണ്ടാവുക. പക്ഷേ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ലീഡർഷിപ്പിലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഈ കാർക്കശ്യം, നിലപാടിൽ കാണിക്കുന്ന ഈ കണിശത, അത് പലപ്പോഴും ചിലപ്പോഴെങ്കിലും ശ്രീ VD സതീശനൊരു പൊളിറ്റിക്കലി അതൊരു ദൂഷ്യമായി മാറുന്നുണ്ടോ? വ്യക്തിപരമായി എടുക്കുന്നതല്ലല്ലോ, നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ നമ്മളാണ് പറയുന്നത്, നമ്മളാണ് ആ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് വ്യക്തിപരമായി നമുക്ക് എന്ത് ദോഷം ചെയ്യുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിഷയമല്ല. വ്യക്തിപരമായി ഞാൻ പല കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കും. നമ്മൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല. നമ്മൾ എപ്പോഴും കോംപ്രമൈസിങ് ആകാൻ പാടില്ല. അപ്പം നമുക്ക് നിലപാടില്ലാതെ വരും. നിലപാടില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ. നിലപാടുള്ളവരുടെ കൂടെ ആൾ നിൽക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഒരു കൺസെപ്റ്റാണ് കേരളം സെക്യുലറാണെന്നാണ് നമ്മുടെ ധാരണ. കുറേ രാഷ്ട്രീയ നേതാക്കളും കുറേ മത നേതാക്കളും കൂടി ഇവരെ കമ്മ്യൂണലാക്കാൻ നോക്കുകയാണ്. അപ്പം നമ്മളൊരു സ്ട്രോങ് സെക്യുലർ പൊസിഷൻ എടുത്താൽ മതേതര കേരളം നമ്മുടെ കൂടെ നിൽക്കും. പുതിയ വളർന്നു വരുന്ന ചെറുപ്പക്കാർ നമ്മുടെ കൂടെ നിൽക്കും, ഇല്ലേ? അതെ. പിന്നെ വളരെ ഇപ്പം നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ ജനറേഷൻ കമ്മ്യൂണലായിരുന്നു? അല്ല, ഒട്ടും കമ്മ്യൂണൽ അല്ലല്ലോ. നമ്മളൊന്നും നമ്മുടെ കൂട്ടുകാരുടെ ജാതി പോലും ആർക്കും അറിയില്ലാത്ത ഒരു സംഭവമാണ്. അവരൊക്കെ വലിയ സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. ഈ നിലപാട് എടുത്തതിനുള്ള ഒരു പിന്തുണ അവർ നൽകുന്നത്. ഒരു അർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന് ഒരു മൈലേജായി മാറുന്നുണ്ടോ ഈ കടുത്ത നിലപാട്? ഞാൻ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് സൈഡിൽ ഞാൻ പറഞ്ഞത് അതിനെ നോക്കിക്കാണുന്നത് പോലെ ഇരിക്കും, നമ്മളെ നോക്കിക്കാണുന്ന പോലെ ഇരിക്കും. ഇപ്പം ഈ നിലപാടിനെ കേരളം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കേരളം ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ്. ഞാനൊരു വളരെ ഹൃദയത്തിൽ തട്ടിയൊരു വാക്ക് പറഞ്ഞു. ഞാനിത് എൻ്റെ അറിയാതെ വന്ന വാക്കാണ്, നമ്മൾ തയ്യാറായി പോയി പറഞ്ഞതല്ല. പിണറായി വിജയനും VD സതീശനുമൊക്കെ കുറച്ച് നാളുകൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മ മാത്രമാണ് അല്ലേ? പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ ഇവിടെ ജീവിക്കേണ്ട, നമ്മുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ജീവിക്കുന്നൊരു കേരളത്തിൽ എല്ലാവരും സൗഹാർദ്ദമായിട്ട് ജീവിക്കണ്ടേ? ഈ വർഗീയത പറഞ്ഞ് ഭിന്നിച്ചാൽ പിന്നെ കേരളം എവിടെ പോയി നിൽക്കും? നമ്മുടെ പുരോഗതി എന്താവും? നമ്മളെല്ലാവരും കൂടി പൊതുചർച്ചയ്ക്ക് കേരളത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി. അതാണ് ഞങ്ങൾ ഈ പുതുയുഗ യാത്രയിൽ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ചേഞ്ചസ്, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, കാർഷിക രംഗം തുടങ്ങി മെഗാ പ്രോജക്ട്സുകൾ വരേണ്ട സമയം, കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കേണ്ട സമയം, അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ സഹായം കൊടുക്കേണ്ട സമയം. കേരളത്തെക്കുറിച്ച് ചിന്തിക്കണം. അതിൽ വിമർശനങ്ങൾ ഉണ്ടായിക്കോട്ടെ. ഞാൻ എപ്പോഴും പറയും ഇതൊരു ഡിസ്കോസാണ്, പബ്ലിക് ഡിസ്കോസാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അല്ലാതെ ആർക്കും പ്രയോജനമില്ലാത്ത കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? നമ്മൾ കാലഹരണപ്പെട്ട കാര്യങ്ങൾ പുറത്ത് കളയണം. ഞാൻ ഇന്ന് തന്നെ ഒരു ചർച്ച പറഞ്ഞു, പണിമുടക്കാണ്. പണിമുടക്കിൻ്റെ കോസിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അത്
തൊഴിലുറപ്പ് പദ്ധതി, കാർഷിക നിയമങ്ങൾ, ഇതെല്ലാം. പക്ഷേ ദേശീയ പണിമുടക്കാണ്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ എത്തുമ്പോൾ അത് ഹർത്താലും ബന്ധുവായിട്ട് മാറുകയാണ്. തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല, മഹാരാഷ്ട്രയിലില്ല, ഇത് അനൗൺസ് ചെയ്ത ഡൽഹിയിലൊന്നുമില്ല. നമ്മൾ എന്തിനാണ് അങ്ങനെ പോകുന്നത്? ഞാൻ ഇന്നൊരു പൊതു ചർച്ചയ്ക്ക് വെച്ചു, കേരളം ചർച്ച ചെയ്യട്ടെ. നമ്മുടെ മെസ്സേജ് എന്താ? പുറത്തേക്കുള്ള മെസ്സേജ് ഇവിടെ എപ്പോഴും ഹർത്താലും ബന്ധുവാണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ടൂറിസ്റ്റുകൾ 1 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് ബുക്ക് ചെയ്ത് വരുന്നവരുണ്ട്. 1 കൊല്ലം മുമ്പ് ബുക്ക് ചെയ്ത ഒരാൾ കൊച്ചിയിൽ എയർപോർട്ടിൽ വന്നിറങ്ങി, ഒരു ടാക്സി പോലും കിട്ടി. അവർ തിരിച്ചു ചെന്നാൽ ഇങ്ങോട്ട് പോകരുതെന്നല്ലേ പറയും. അപ്പം നമ്മൾ എന്നിട്ട് അപ്പുറത്ത് നിന്ന് ടൂറിസം ഡെവലപ്മെൻറ്റിനെ പറ്റി നമ്മളൊരു ഒരു എത്രയോ വർഷം മുമ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് അവരുടെ സേവിങ്സ് ആണ്. അവർ 1 കൊല്ലമോ 2 കൊല്ലമോ അധ്വാനിക്കുന്നതിൻ്റെ സേവിങ്സ് എടുത്തിട്ടാണ് അവർ ടൂർ വരുന്നത്. അത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത്, ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്ത്, ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ ഇവിടെ ടാക്സി പോലും ഇല്ല. അവർ എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അതൊക്കെ ഈ കാലഹരണപ്പെട്ട ചില കാര്യങ്ങൾ അറബിക്കടലിൽ എറിയേണ്ട സമയത്ത് നമുക്ക് ഈ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. പക്ഷെ ഇങ്ങനെയാണ് ഫൈറ്റ് ചെയ്യണത്. കേരളത്തിന് മാത്രം എന്തിൻ്റെ അസുഖമാണ്? കേരളത്തിന് മാത്രം എന്തിൻ്റെ അസുഖമാണ്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക. ഞങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹർത്താലും ബന്ധം നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷമാണ്. ഞാൻ അഭിമാനത്തോടു കൂടിയാണ് പറയണത്. ഞാൻ ആലോചിക്കുമ്പോൾ നിങ്ങൾ നാളെ ജോലിക്ക് പോകരുത്, നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകരുത്, ഒരാൾ രോഗമായ ആശുപത്രിയിൽ പോകരുത്, ബാങ്കിൽ പോകരുത്, ഒരു സ്ഥലത്ത് പോകരുത് എന്ന് പറയാൻ സംഘടിതമായ രൂപം പൂണ്ട ആളുകൾക്ക് ഈ വ്യക്തികളോട് പറയാൻ എന്ത് അവകാശമാണ്? നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട് നാട്ടിൽ. നമ്മൾ ഭരണഘടനാ വിരുദ്ധമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. മാത്രമല്ല ഇങ്ങനെയാണ് കേരളം. എന്തിനാണ് ഇങ്ങനെ വരുത്തി തീർക്കുന്നത്? അങ്ങനെയല്ല കേരളം എന്നല്ലേ പോകേണ്ട മെസ്സേജ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇപ്പം ഞാനിത് വെച്ചപ്പോൾ നാളെ മിക്കവാറും എല്ലാ ട്രേഡ് യൂണിയനുകളും പത്രസമ്മേളനം നടത്തി എനിക്കെതിരെ പറയും. ഞാനും ട്രേഡ് യൂണിയനിസ്റ്റാണ്. ഞാൻ ട്രേഡ് യൂണിയനിസ്റ്റാണ്. ഞാൻ ട്രേഡ് യൂണിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കമ്പനിയിലും സമരമില്ല. അവരോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നന്നായി ജോലി ചെയ്യുക, കമ്പനി ലാഭം, പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും കമ്പനി ആണെങ്കിലും ലാഭം ഉണ്ടാക്കുക. ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഷെയർ, ലാഭത്തിൻ്റെ ഷെയർ ഞങ്ങൾ വാങ്ങിച്ചു തരുന്നു. അതിന് CATU സഹകരിക്കാറുണ്ട്, BMS സഹകരിക്കാറുണ്ട്, മറ്റ് സംഘടനകൾ AITUC സഹകരിക്കാറുണ്ട്. അങ്ങനെയാണ് അത്. ഞാൻ 15-20 കൊല്ലമായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം ട്രേഡ് യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. ഒരു സ്ഥലത്ത് സമരം ഇല്ലാതെ നല്ല എഗ്രിമെൻ്റാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഞങ്ങൾ ടേബിളിൽ ചോദിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികളെ കുറിച്ച് കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ട്? ഇല്ല സാറേ, അവർ നന്നായി ജോലി ചെയ്യേണ്ടെന്നാ. നമുക്ക് എന്തൊരു അഭിമാനമാണ്. എന്നിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യുന്നത്. 2011 അന്ന് താങ്കൾ ഒരു മന്ത്രിയാവുമെന്ന് കേരളം കോൺഗ്രസിൽ മാത്രമല്ല പൊതുവിലൊരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്തുകൊണ്ടോ താങ്കൾക്ക് ആ മന്ത്രിസ്ഥാനം വന്നില്ല? ഈയിടെ അതിനെപ്പറ്റി എന്തോ ഒരു പരാമർശം കണ്ടു. ഉമ്മൻചാണ്ടി അവസാനം വന്നിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഈ 2006 മുതൽ 2011 വരെ എൻ്റെ സെക്കൻഡ് ടൈമാണ് അസംബ്ലിയിൽ. ഉമ്മൻചാണ്ടി സാറായിരുന്നു പ്രതിപക്ഷ നേതാവ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു 25 വർഷം അസംബ്ലിയിൽ പൂർത്തിയാക്കിയത് എൻ്റെ സുവർണകാലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉമ്മൻചാണ്ടി സാറ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. കേരള ചരിത്രത്തിൽ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളെയാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ. അത് ആ സമയത്താണ്. അദ്ദേഹം എന്നോടാണ് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം. ഞാനില്ല എന്ന് പറഞ്ഞാലാണ് വേറൊരാളെ പോലും ആലോചിക്കുള്ളൂ. എല്ലാ അസൈൻമെൻറ്റ്സും എനിക്കാണ്. ഇന്ന് ലോട്ടറി വിവാദമായി, HMT ഭൂമി വിവാദമായി, മർക്കിസൺ എസ്റ്റേറ്റ്, തോഷിബ ആനന്ദ് തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ. ഞാൻ 7 മന്ത്രിമാർക്കെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ച MLA ആയിരുന്നു. അപ്പോൾ എല്ലാ അസൈൻമെൻറ്റും ഭംഗിയായി ചെയ്തു എന്നുള്ളതിൻ്റെ ലോട്ടറി വിവാദമൊക്കെ അറിയാമല്ലോ. അത് കഴിഞ്ഞ് ജയിച്ച് കഴിഞ്ഞ് 2011 നല്ല മത്സരമായിരുന്നു. നല്ല ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ച് തിരിച്ച് മുഖ്യമന്ത്രി വിളിപ്പിച്ച്, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി സാറ് വിളിപ്പിച്ചു. ഉറപ്പായിട്ടും ഉണ്ടാവും, മന്ത്രിസഭയിലുണ്ടാവും. അപ്പോൾ പോയി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൊക്കോളാൻ പറഞ്ഞു. പിന്നീട് ഒരു പ്രാവശ്യം കൂടി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കേണ്ട, CLP ലീഡറെ തിരഞ്ഞെടുക്കേണ്ട വന്നപ്പോൾ പറഞ്ഞിങ്ങനെ ധനകാര്യം മാണി സാറിന് കൊടുത്തു, ആഭ്യന്തര മുഖ്യമന്ത്രി എടുത്തു, നമുക്ക് പ്രധാനമായിട്ടുള്ളത് റവന്യൂവും ആരോഗ്യവും. അപ്പോൾ വളരെ സീനിയേഴ്സ് ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ അതിൻ്റെ അകത്ത് വരേണ്ട ആളുകളിലെ ജൂനിയറാണ്. കാരണം മാരിയാടൻ മുഹമ്മദ് ഉണ്ട്, KC ജോസഫ് ഉണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട്, K ബാബു ഉണ്ട്. അവരെല്ലാം എന്നേക്കാൾ വളരെ സീനിയർ. എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചത്. ഇലക്ഷൻ്റെ അന്നും ഇത് ഡിക്ലെയർ ചെയ്യണത് അന്നും പറഞ്ഞു ഉച്ചയ്ക്ക്. പക്ഷേ വൈകുന്നേരം ഡിക്ലെയർ ചെയ്തപ്പോൾ ഉണ്ടായില്ല. ഞാൻ പിന്നെ അത് ചോദിക്കാൻ പോയിട്ടില്ല.
എനിക്കന്ന് വലിയ സങ്കടം ഉണ്ടായി. കാരണം ആകുമെന്ന് വിചാരിച്ചിട്ട് ആകാതെ പോയതാണ്. പിന്നെ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് ഒരുപാട് സ്ഥാനങ്ങൾ പണ്ടും പോയിട്ടുണ്ട് ചെറുപ്പത്തിലെ. അതെ, KSU പ്രസിഡന്റ് സ്ഥാനം പോയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പോയിട്ടുണ്ട്, നിങ്ങൾക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം പോയിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. നമുക്ക് അങ്ങനെ സങ്കടം പറയാനാണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ സീറ്റ് പോലും കിട്ടാത്ത എത്രയോ പാവങ്ങളുണ്ട്, എന്നേക്കാൾ മിടുക്കരായിട്ടുള്ള ആൾ. ഏത് എൻ്റെ അത്രയോ അല്ലെങ്കിൽ എന്നേക്കാൾ മിടുക്കരായിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ ജനറേഷനിലുണ്ടായിരുന്നു. അവർക്ക് ചിലപ്പോൾ സീറ്റ് പോലും കിട്ടാത്ത ആളുണ്ട്. ഞാൻ 6 പ്രാവശ്യമാണ് മത്സരിക്കുന്നത്, 25 വർഷം MLA ആവുകയാണ്. അപ്പം നമ്മൾ മുകളിലേക്ക് നോക്കാതെ താഴേക്ക് നോക്കിയാൽ മതി, അപ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ പാർട്ടി എനിക്ക് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പാർട്ടിയോട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. 25 വർഷം, 1/4 നൂറ്റാണ്ട് കാലം, ഇനിയിപ്പോൾ ഇതെല്ലാം തീർന്ന് ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞാലും 1/4 നൂറ്റാണ്ട് കാലം MLA ആക്കി, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാക്കി. അത് പാർട്ടിയല്ലേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയോട് നന്ദികേടും ഒന്നും പറയുകയില്ല, ചെയ്യില്ല. പിന്നെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അത്രയേ ഉള്ളൂ. ആയിരുന്നെങ്കിൽ അന്നത്തെ പ്രായമാണ്, കുറേ കൂടി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ. അന്നും നമ്മൾ ശ്രദ്ധിച്ചത് VD സതീശൻ എന്ന് പറയുന്ന നേതാവ് ഈ പറഞ്ഞ പോലെ അന്നൊരു മന്ത്രിസ്ഥാനം കിട്ടാതെ വന്ന ഒരു ചെറുപ്പപ്രായമാണ്. ഇന്നത്തെ പോലെയല്ല, കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ കാലമാണ്. പൊതുവേ രാഷ്ട്രീയത്തിൽ ഇത്ര പ്രായത്തിലൊക്കെ കാണിക്കുന്ന ആളുകളുടെ ഒരു എടുത്തുചാട്ടം ഉണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞു പോവുക. അത് ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിരിക്കും, ആലോചിച്ചുറപ്പിച്ചതായിരിക്കില്ല. പക്ഷെ അന്നും താങ്കൾ അതിനെ വളരെ പക്വതയോടുകൂടി പരസ്യമായി ഒരു കാര്യം പറയാതെ സംഘടനയുടെ ആ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ അതന്ന് താങ്കളെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു ബാഹ്യ ഇടപെടൽ എവിടെയെങ്കിലും നടന്നോ? ഞാനത് ഉമ്മൻചാണ്ടി സാറ് മരിക്കുന്നതിന് മുമ്പ് എന്നോട് ആ കാര്യം പറഞ്ഞു. പക്ഷെ ഞാനത് ഒരിക്കലും പുറത്തു പറയില്ല. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാനത് ഒരിക്കലും പുറത്തു പറയില്ല, പുറത്ത് പറയാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ 5 വർഷം, ഇപ്പോൾ പലരും പറഞ്ഞു ഞാൻ പല കാര്യങ്ങളിൽ എതിർത്തു എന്ന്. ശരിയാണ്, ചില കാര്യങ്ങളിൽ ഞാൻ ഏത് കാര്യത്തിൽ എതിർത്താലും മുഖ്യമന്ത്രി എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് അത് പിൻവലിച്ചിട്ടുണ്ട്. തെറ്റായ ചില കാര്യങ്ങൾ ഞാൻ എതിർത്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴാണെങ്കിലും എതിർക്കും, തെറ്റായ ചില കാര്യങ്ങൾ. അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു 24 പദ്ധതികൾ ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അന്നത്തെ ചീഫ് സെക്രട്ടറി ജയകുമാർ, അദ്ദേഹത്തോട് ചോദിച്ചറിയേ, അദ്ദേഹത്തെ ഒരു കമ്മീഷനായിട്ട് വെച്ചു. എന്നിട്ട് അതിൽ നിന്നും 18 പദ്ധതികൾ റിമൂവ് ചെയ്തു. ബാക്കി 6 പദ്ധതികൾ വരട്ടെ, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അദ്ദേഹം ചെയ്യുമായിരുന്നു. ഞാൻ അന്ന് 5 കൊല്ലം ഞാൻ ചെയ്യാത്ത ഒരു വോട്ട് പോലും ഇല്ല നിയമസഭയിൽ. ഒരു ഭേദഗതി വന്നാൽ പോലും വോട്ട് ചെയ്യാൻ ഞാൻ അവിടെ ഉണ്ടാവും. 72 പേരെയില്ല, 68ആണ്. മന്ത്രിയായില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു ദിവസം പോയി കിടന്നുറങ്ങാം, MLA ഹൗസിൽ പോയി കിടന്നുറങ്ങാം. ഒരു വോട്ട് പോലും ചെയ്യാതിരിക്കാത്ത ആളാണ് ഞാൻ. എല്ലാ വോട്ടും ചെയ്ത ഏക MLA ആണ് ഞാൻ എല്ലാ കാര്യത്തിലും. അന്നും ഞാൻ തന്നെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രതിരോധത്തിൻ്റെ കുന്തമുന. ഉമ്മൻചാണ്ടി സാറ് അവസാന കാലത്ത് അത് തുറന്നു പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്, പുറത്ത് പറയില്ല എന്നും പറഞ്ഞു. വഴിയടക്കാൻ ശ്രമിച്ച അവർ അല്ല, അതൊക്കെ രാഷ്ട്രീയമാണോ അവർ? ഞാനൊരു സൂചന തരില്ല. നല്ല മിടുക്കനായിട്ടുള്ള പത്രപ്രവർത്തനാന്ന് എനിക്കറിയാം. ഞാൻ സൂക്ഷിച്ച് സംസാരിക്കില്ല, സൂചന പോലും തരില്ല. കാരണം എൻ്റെ നിന്നും ചോർത്തിയെടുക്കാനുള്ള മിടുക്കുള്ള ആളാണ് നിങ്ങൾ, നല്ല ഇൻ്റർവ്യൂവറാണ്. പക്ഷേ അത് പറയണ്ട, അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. നമ്മളൊന്നും ആരോടും ചെയ്യില്ല. ഞാനതുകൊണ്ടല്ലേ ഞാൻ വന്നതിന് ശേഷം ഞാൻ പൊട്ടൻഷ്യലായിട്ടുള്ള ചെറുപ്പക്കാരെ എല്ലാവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് നിയമസഭയ്ക്കകത്താണെങ്കിലും പുറത്ത് എനിക്ക് സംഭവിച്ചത് അവർക്ക് സംഭവിക്കരുത് എന്ന് കരുതി. എനിക്ക് ഭയങ്കര അവർ നമ്മളെ ബൈപ്പാസ് ചെയ്ത് പോകും, എന്നെ ബൈപ്പാസ് ചെയ്ത് പോകും. അത്ര മിടുക്കരായിട്ടുള്ളൊരു ടീം വരുന്നത്, അവർ പോട്ടെ, നമ്മളെല്ലാ കാലത്തും തൂങ്ങിപ്പിടിച്ചിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, ഞാൻ ഏത് പ്രായത്തിലാണെന്നൊന്നും പറയുന്നില്ല, ഒരുപക്ഷെ നേരത്തെ റിട്ടയർ ചെയ്യുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും. എനിക്കതിനൊന്നും ഒരു മടിയുള്ള ഒരാളല്ല. അത് നല്ല തലമുറ വന്ന് അവർ പോയി നമ്മളെക്കാളിലും മിടുക്കരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് നമ്മുടെ പുറകെ. അവർ നമ്മൾ കയറി പോകുമ്പോൾ സന്തോഷത്തോടുകൂടി നിറഞ്ഞ കണ്ണുകളോടുകൂടി അവരെ അനുഗ്രഹിച്ചിട്ട് നമ്മൾ ഇറങ്ങിപ്പോരണം. എനിക്ക് അതിനുള്ളൊക്കെ മനസ്സൊരുക്കമുള്ള ഒരാളാണ്. എന്നെ കളിയാക്കി എൻ്റെ സുഹൃത്തുക്കൾ പറയണ, നിൻ്റെ തലയ്ക്കും മീതെ ആകാശം താഴെ ഭൂമി മാത്രമേ ഉള്ളെന്ന് പറയും. അത് നല്ലതാണ് ചിലപ്പോൾ നമുക്ക്. അപ്പം നമുക്ക് കുരുക്കുകളൊന്നും ഉണ്ടാവില്ല, ബന്ധനങ്ങളൊന്നും ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. ചിലപ്പോൾ നിർഭയമായി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റത് നമ്മൾ അതാകണം, മറ്റതാകണം, മറിച്ചതാകണം, ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ അതിനെന്ത് സംഭവിക്കും, അതിനെന്ത്. നമ്മൾ പാർട്ടിയുടെ കാര്യമല്ല ചെയ്യുന്നത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അസൈൻമെൻറ്റ് തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ. അത് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. മാറ്റമുണ്ടാകും. 100-ലധികം സീറ്റുമായി ഞാൻ ഇപ്പോഴും കോൺഫിഡൻ്റായി പറയുകയാണ് ഭരിച്ചു. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 5 വർഷക്കാലം അങ്ങയുടെ പ്രവർത്തനം ഒരുപക്ഷെ എതിരാളികൾ പോലും
അംഗീകരിക്കുന്ന രീതി പരസ്യമായ ഒരു സമ്മതിക്കുമെന്നറിയില്ല. വളരെ തൃപ്തികരമായ ഒരു പെരുമാറ്റം, ഒരു പ്രവർത്തന രീതിയായിരുന്നു. കേരളത്തിൽ ഇതുപോലെ ഒരുപക്ഷെ ശോഭിച്ച ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുക എനിക്ക് തോന്നുന്നത് VS അച്യുതാനന്ദൻ മാത്രമായിരിക്കും. താങ്കളും അദ്ദേഹവും തമ്മിൽ ആ ചില കാര്യങ്ങളിൽ ഒരു സമാനതകളുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് പിന്നീട് ഒരു ഭരണ പദവിയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം മന്ത്രിയൊന്നും ആയിരുന്നില്ല. ശ്രീ VD സതീശനും അതുപോലെ തന്നെയാണ്. നേരത്തെ ഒരു മന്ത്രിപദത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, നാളെ ഭരണത്തിൽ വരുന്നു. പക്ഷേ അവിടെ ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് അപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു തുടർച്ച അദ്ദേഹത്തിൻ്റെ ശൈലിയിലുണ്ടായിരുന്നു. വേണ്ടത്ര ആ പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ വഹിച്ചു വന്ന ആൾക്ക് അത്രയും ശോഭിക്കാൻ മുഖ്യമന്ത്രി പദത്തിൽ കഴിഞ്ഞു ഒരു സംശയമുണ്ട്. താങ്കൾ എങ്ങനെ നോക്കിക്കാണും? ഞാൻ അദ്ദേഹം ഒരു ജനകീയ വിഷയങ്ങളിലെല്ലാം ഇടപെട്ടിരുന്ന ഒരാളാണ്. ആ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലെ ഒരു പൊതുസമൂഹം സ്വപ്നം പോലും കണ്ടിരുന്നില്ല. അവരുടെ മുഖ്യമന്ത്രി സങ്കല്പത്തിൽപ്പെട്ട ഒരാളല്ലായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, ജനകീയമായ ഇടപെടലുകൾ, ചില കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല്, അത് ആളുകൾക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു, പിന്നീട് അത് ഇഷ്ടമായി തുടങ്ങി. അദ്ദേഹം അങ്ങനെ ജനകീയനായി വന്നു. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് ചില കാര്യങ്ങളിലൊക്കെ നന്നായി ഇടപെട്ടിരുന്നു. ഇപ്പോൾ ഞാൻ ചില ഭൂമി വിഷയങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അതെന്താണ് കാര്യം, അതിൽ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം. ഈ ലോട്ടറി വിഷയത്തിൽ എൻ്റെ കൂടെ ആയിരുന്നു അദ്ദേഹം, തോമസ് ഐസക്കിൻ്റെ കൂടെ ആയിരുന്നില്ല, എൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണെന്നായിരുന്നു അദ്ദേഹം ന്യായീകരിച്ചിരുന്നത്, കംപ്ലീറ്റ് ആയില്ല. അങ്ങനെയുള്ള ചില നിലപാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഗവേണൻസിൻ്റെ ഒരു ലാക്ക് ഓഫ് ഗവേണൻസ് അതുണ്ടായിരുന്നു, ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റിലും ഞങ്ങൾ നിയമസഭയിൽ സംസാരിക്കും, ഞങ്ങൾ ഹോംവർക്ക് ചെയ്യും, എല്ലാ സബ്ജക്റ്റും നോക്കും. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തു വന്നൊരു തലമുറയിൽപ്പെട്ട ആളല്ല അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായ സമയത്ത് അത് ഫേസ് ചെയ്യാൻ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്, ചിലപ്പോൾ പാർട്ടിയെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അത് നേരത്തെ തന്നെ വളരെ രീതിയിൽ ഈ ഗവേണൻസിൻ്റെ കാര്യങ്ങൾ കുറേ കൂടി ശ്രദ്ധിക്കും. ഇപ്പോൾ ഞാൻ 5 വർഷം പബ്ലിക് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, പിന്നെ 5 വർഷം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ആ സമയത്തെല്ലാം നമ്മൾ ഈ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതും മറ്റു കാര്യങ്ങളും നോക്കുക. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ഈ ഫുൾ ടൈം അദ്ദേഹം പാർട്ടി സെക്രട്ടറിയും ഈ ഫീൽഡിലെ പൊളിറ്റീഷ്യനും ആയതുകൊണ്ട് ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹം ആയിരുന്നുവെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കുറവ് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, ഒരു ഗുഡ് ഗവേണൻസിൻ്റെ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ മന്ത്രിസഭയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഞാൻ കാരണം പ്രതിപക്ഷത്ത് നിന്ന് അവരെ അറ്റാക്ക് ചെയ്ത ആളുകളാണ്. നല്ല ഒരു ടീമായിരുന്നു, എന്നുവെച്ചാൽ കമ്പാരിറ്റീവ്ലി ഒരു നല്ല ടീമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കുറവുകൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു വന്നു. അന്നത്തെ നമ്മൾ തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം അന്നത്തെ മന്ത്രിമാർക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ പോകാൻ. ഇപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ആ ടീമൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ടീമായിരുന്നില്ല ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് കേരളം കണ്ടിരിക്കുന്ന, ഞാൻ അങ്ങനെ പറയുന്നതിൽ അവരാരും ഒരു വിഷമം വിചാരിക്കരുത്, അവരെല്ലാവരും അങ്ങനെയാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കേരളം കണ്ട ദ മോസ്റ്റ് ഇനഫിഷ്യൻറ്റ് ടീം ആണ് ഈ മന്ത്രിസഭ. അത് എനിക്കറിയില്ല, മുഖ്യമന്ത്രിയുടെ സെലക്ഷനാണ് അതിൻ്റെ അകത്ത് പാളിപ്പോയത്. അത് ആദ്യത്തെ മന്ത്രിസഭയിൽ ഇത്രയും മോശമായിരുന്നില്ല. അവർ ഫെയിൽ ചെയ്തു പല കാര്യങ്ങളിലും, പക്ഷേ ഇത് തീരെ ഫെയിൽ ചെയ്തു. ഞാനിതിപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് പറയണമല്ല, നിങ്ങൾ കേരളത്തിലെ എല്ലാ മന്ത്രിസഭകളെയും കമ്പയർ ചെയ്ത് നോക്കിയോ, ദ മോസ്റ്റ് ഇനഫിഷ്യൻറ്റ് ടീം ഇപ്പോൾ ഉണ്ടായിരുന്ന ടീം. അവർക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാര്യമായിട്ടും. അപ്പോൾ ഭരണരംഗത്ത് വന്നാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പറയുന്ന ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിലൊരു കമ്മിറ്റി ഉണ്ടാക്കി പഠനം നടത്തി എങ്ങനെ കേരളത്തിൽ മാറ്റം വരുത്തണമെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെതായ ഒരു നേരത്തെ കാലക്കൂട്ടി ചെയ്ത് വെച്ച് പോകുന്നൊരു ഹോംവർക്കിലാണ് മുന്നോട്ട് പോകുന്നതാണ്. ഇത് ഭരണരംഗത്ത് നടപ്പിലാക്കാൻ താങ്കൾക്ക് സാധിക്കുമെന്നുള്ള അല്ല, ഞാനെന്നുള്ള വ്യക്തിയല്ല, UDFൻ്റെ ഒരു പോളിസിയാണ്. നമ്മൾ 2 വർഷമായിട്ട് ഞങ്ങൾ ഗവേഷണ തുല്യമായ ഒരു ഹോംവർക്കാണ് ചെയ്യുന്നത്. എവിടെയെല്ലാം ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം ബദലുണ്ടാകണം. അതിന് ഇതുവരെ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത തരത്തിലുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്ടുകളായ ആളുകൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഹെൽത്തിൻ്റെ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽത്ത് കമ്മീഷനെ വെച്ച് 300 ഡോക്ടർമാരെ വിദേശത്തും ഇന്ത്യയിലുള്ള പങ്കെടുപ്പിച്ച് ഹെൽത്ത് കോൺക്ലേവ് നടത്തി. ഈ ഹെൽത്ത് കമ്മീഷൻ 600ഓളം ഡോക്ടർമാരായിട്ട് ബന്ധപ്പെട്ടു.
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിറ്റിംഗ് നടത്തി. അങ്ങനെ ഇൻട്രാക്ഷൻ എല്ലാം നടത്തി രൂപപ്പെട്ടു വന്നൊരു ഡോക്യുമെൻ്റാണ് ഇത്. ഭാവി കേരളത്തിനൊരു നോളജ് അസറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് എഡ്യൂക്കേഷനിൽ ചെയ്യുന്നത്, അങ്ങനെയാണ് കാർഷിക മേഖലയിൽ ചെയ്യുന്നത്. വൈൽഡ് ലൈഫ് അറ്റാക്ക് തടയാൻ വേറൊരു ടീം വർക്ക് ചെയ്യാണ്. അപ്പം നമുക്ക്, ഞാൻ എപ്പോഴും ആലോചിച്ചു, ഓരോ രംഗങ്ങളിലും കഴിവ് പ്രകടിപ്പിച്ച എത്രയോ മലയാളികളായിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇപ്പം ഞാൻ ഈ കോസ്റ്റൽ ഷിപ്പിങ്ങിൻ്റെ കാര്യത്തിന് നല്ല മാരിടൈം എക്സ്പേർട്സ് ഉണ്ട്, ഷിപ്പിംഗ് എക്സ്പേർട്സ് ഉണ്ട്. ഞങ്ങളൊരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പേപ്പറുണ്ട് ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ എക്സ്പേർട്സായ വലിയ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ നമ്മളൊന്ന് വിളിച്ച് അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയാം. അവർ വളരെ മനസ്സോടുകൂടി രാത്രിയൊക്കെ കോൺഫറൻസ് കോളിലൊക്കെ വരും. ഏത് 12 മണിക്കൊക്കെ ഗൂഗിൾ മീറ്റിംഗൊക്കെ ഞങ്ങൾ നടത്തും. രാത്രി 12 മണിക്ക് അവിടത്തേക്ക് ടൈം നോക്കിയിട്ട്. രാത്രി 12 മണിക്ക് ഞാൻ നടത്തിയിട്ടുണ്ട്. 12 മണി തൊട്ട് 1:30 വരെ ഇരുന്ന് ഗൂഗിൾ മീറ്റിംഗ് നടത്തി. അപ്പോൾ അവർക്ക് എന്തൊരു ഉത്സാഹമാണ്. നമ്മൾ അവരുടെ അഭിപ്രായം ചോദിക്കുമ്പോഴും അവരുടെയും. ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളൊക്കെ അധികാരത്തിൽ വരുവാണെങ്കിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്. അപ്പോൾ അവർ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ വരാം, ഇനി വന്നില്ലെങ്കിലും നിങ്ങളുടെ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഇത്രയും വലിയൊരു ഇൻ്റലക്ച്വൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയല്ലേ ഉള്ളത്, ഭയങ്കര എക്സ്പെർട്ടൈസ് ആയിട്ടില്ല, അതല്ലേ വേണ്ടത്. അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ. ഒരു പുതിയ കാലമാണ് വരുന്നത്, പുതിയ മാറ്റം, അതിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ചില ജാതി മത സംഘടനകളുടെ മേലെ ഉള്ള ചില വ്യക്തികൾ, സംഘടന ആകെപ്പാടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല, അതിൻ്റെ ചില വ്യക്തികൾ താങ്കളെ ഒരു ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്ന പോലെ ചില ഘട്ടങ്ങളിൽ? അല്ല, അതെന്തായി അവരെന്നെ പറഞ്ഞു, എനിക്കത് സന്തോഷമല്ല. കാരണം എൻ്റെ പാർട്ടിയെ പറഞ്ഞില്ല, എൻ്റെ മുന്നണിയെ പറഞ്ഞില്ല. മുന്നണിയായിട്ടും പാർട്ടിയായിട്ടും പറഞ്ഞാലാണ് എനിക്ക് വിഷമം ഉണ്ടാകുന്നത്. എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞു, അത് ചിലപ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമല്ലായിരിക്കും. വ്യക്തിപരമായി നമ്മളെ ചിലപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നുണ്ട്. നമ്മളെല്ലാം ചെയ്യണത് ശരിയാണെന്ന് നമുക്കല്ലേ തോന്നുള്ളൂ. നമ്മൾ ചെയ്യണത് തെറ്റാണെന്ന് വേറൊരാൾക്ക് തോന്നാം. അവരെന്നെ ശക്തമായി വിമർശിച്ചു. ഞാനതിന് മോശമായ വാക്കുകളൊന്നും കൊണ്ട് അവരോട് പറഞ്ഞില്ല. അവർ പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. ഒരാൾ ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയപ്പോൾ അങ്ങനെ പറയരുതെന്ന്. അങ്ങനെ പറയരുത്, അത് പറയും, ആരായാലും പറയും, അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയൊന്നും നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റില്ല. അവരുടെ സമുദായത്തിനോ അവരുടെ സംഘടനയ്ക്കോ എന്തെങ്കിലും പ്രശ്നം, അന്യായം ആരെങ്കിലും കാണിച്ചാൽ നമ്മൾ ആദ്യം ഓടിയെത്തും, നമ്മളവരെ സഹായിക്കും, അവരെ ചേർത്ത് നിർത്തും. കാരണം ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ഈ പടിഞ്ഞാറൻ സെക്യുലറിസം അല്ല, മതേതരത്വമല്ല. വെസ്റ്റേൺ സെക്യുലറിസം എന്ന് വെച്ചാൽ റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസമാണ്. ഇന്ത്യയുടെ ഗാന്ധി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്. നമ്മൾ ജാതിമത ശക്തികൾക്കെതിരായി പറയുന്നത് അവർ വർഗീയത പറയുമ്പോഴേ, അല്ലാതെ അവരുമായിട്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നമുക്കൊരു വിഷയമില്ല. അവർക്കൊരു വിഷമം വന്നാൽ നമ്മളുണ്ടാവും കൂടെ, നമ്മൾ അവരോട് സംസാരിക്കും, അവിടെ പോയി സംസാരിക്കും, അവരുടെ ആസ്ഥാനത്ത് പോയി സംസാരിക്കും. ഈ ജാഥയുമായിട്ട് അങ്ങ് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെ കാണാനുള്ളൊരു യാത്രയിലാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇൻക്ലൂഷൻ്റെ കാര്യം പറഞ്ഞു, എല്ലാവരെയും കൂടെ, ആ ഒരു തുറന്ന വിശാല കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി താങ്കൾ വിമർശിച്ച ഇതേ മത അല്ലെങ്കിൽ ജാതി സംഘടനകളുടെ ആളുകളെ ഒന്ന് കാണാനും സംസാരിക്കാനും? അല്ല, ഞാനങ്ങനെ ശ്രമിച്ചിട്ടില്ല, ഞാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഞാൻ അവരെ കണ്ടിരുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ അവരെ പലവട്ടം കണ്ടിട്ടുണ്ട്, അവരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്, അവരുടെ ആസ്ഥാനത്ത് പോയി കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ പോകില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇപ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ്. ഞാൻ എല്ലാവരുടെ അടുത്ത് പോകുന്ന ആളാണ്, എല്ലാവരെയും പോയി കാണുന്ന ആളാണ്. ഇവരെയൊക്കെ നേരിട്ട് പോയി കാണും. അല്ലാതെ നമ്മൾ എടുത്ത ചില നിലപാടുകളുണ്ട്. ഞാൻ അന്ന് പറഞ്ഞത് എടുത്ത നിലപാട്, ഞാനത് ഒരിക്കൽ നമ്മുടെ ചെറുപ്പമല്ലേ, അപ്പം ഞാൻ ഈ മതസംഘടനകൾ വല്ലാതെ ഈ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന കണ്ടപ്പോൾ ഞാനെന്ന് പറഞ്ഞു, അവരെല്ലാം നല്ല മനുഷ്യരാണ്, പക്ഷേ അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ കിടക്കരുത്. അവരിയ്ക്കാൻ പറയുമ്പോൾ ഇരുന്നാൽ മതി, ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായതാണ് കേരളത്തിൻ്റെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മുടെ ഓരോ കാലത്തെ നിലപാടുകളാണ്. നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരിക്കുള്ളൂ, അവരിയ്ക്കാൻ പറഞ്ഞാൽ ഇരിക്കും, കിടക്കേണ്ട കാര്യമില്ല, അത് ആരുടെ മുമ്പിലാണെങ്കിലും. പക്ഷേ ഞാൻ അവരുമായിട്ട് നല്ല എല്ലാ മതവിഭാഗങ്ങളുമായിട്ടും വളരെ കോഡിയലായിട്ടുള്ള റിലേഷനുള്ള ഒരാളാണ്. ഞാൻ ഈ പൊസിഷനിലല്ലേ ഇരിക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ കാര്യമല്ലല്ലോ. ഞാൻ ഐ എം റെപ്രസെൻറ്റിങ് UDF, ഐ എം റെപ്രസെൻറ്റിങ് കോൺഗ്രസ്. അപ്പോൾ എനിക്ക് സംഘടനയ്ക്ക് ഇപ്പോൾ അവർ വഴക്ക് പറഞ്ഞപ്പോഴും എന്നെയാണ് പറഞ്ഞതെന്നുള്ളതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. സംഘടനയെ പറഞ്ഞില്ലല്ലോ, കോൺഗ്രസിനെ പറഞ്ഞില്ല, UDFനെ പറഞ്ഞില്ല എന്നുള്ള ആശ്വാസമായിരുന്നു എനിക്ക്. ഞാൻ പിന്നെ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളാണോ? അല്ലല്ലോ.
മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് പോലെ, മന്ത്രിമാരെ വിമർശിക്കുന്നത് പോലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കാം. നമ്മൾ തെറ്റാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തും അവർക്കാണ് തെറ്റ് പറ്റിയെന്ന്. അങ്ങനെയല്ലേ വേണ്ടത്? തെറ്റ് പറ്റാത്ത ആരാളുള്ളത്? നമുക്ക് പറ്റും. ചിലപ്പോൾ ഞാൻ നിയമസഭയെ ക്ഷമയോജിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചതിന്, പറയാൻ പാടില്ലാത്ത വാക്കുകൾ. നമ്മൾ ഒരു തെറ്റ് പറ്റിയാൽ മനുഷ്യ സാഹചര്യമല്ലേ, എനിക്ക് തെറ്റ് പറ്റി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അതിലൊന്നും ഒരു കുറവില്ല. അപ്പോൾ നമ്മൾ ചെറുതാവില്ല. കുറച്ചുകൂടി നമ്മളെപ്പോഴും ഞാൻ ശ്രമിക്കുന്നത്, ഞാൻ പണ്ട് ഞാൻ വിചാരിക്കും രാവിലെ ഇരുമ്പോലൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അതാണ് അഭിപ്രായം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 4 പേരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ രാവിലെ എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണെന്ന് തോന്നും. ചിലപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ തീരുമാനം നല്ലതാണെന്ന് തോന്നും. അപ്പോൾ അതൊന്നും കൂടി അതിന് നമുക്ക് ആത്മവിശ്വാസം വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ചെയ്യും. നമ്മൾ സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉള്ളൊരു വ്യക്തിയാണ് ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, ആരും ഉണ്ടാവില്ല. എനിക്ക് ചിലപ്പോൾ കൂടുതലുണ്ടാവും. അപ്പം ഞാനത് കറക്റ്റ് ചെയ്ത് സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെത്തുമ്പോൾ നമ്മളെല്ലാവരുടെയും ഫോക്കസ് പോയിന്റിലേക്ക് വരും. അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ ചില സ്വഭാവങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് മുൻകോപം കൂടുതലായിരിക്കും, ചിലപ്പോൾ നമുക്ക് ദേഷ്യം കൂടുതലായിരിക്കും. ഞാൻ കൺട്രോൾ ചെയ്യാറുണ്ട്, ഞാൻ സ്വയം നവീകരിക്കാറുണ്ട്. ഇനിയും തിരുത്തപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാകും. ഈ കഴിഞ്ഞ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അത് മുഴുവൻ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി, താങ്കളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സ്ട്രാറ്റജിയാണെന്നും അത് പിന്നീട് UDFനും കോൺഗ്രസിനും വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു വിമർശനമായി കാണുന്നത്, തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ കോൺഗ്രസ് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം കനുകരു പറയുന്ന പോലുള്ള രീതിയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്, പ്രചരണം നടത്തുന്നത്. അത് സത്യത്തിൽ നിങ്ങൾക്കറിയാലോ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരു ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. 1. 2, ഞങ്ങൾ വന്നതിന് ശേഷം ചേലക്കര ഒഴിച്ചുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ചേലക്കര 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 12,000 ആക്കി. ലോക്കൽ ബോഡികളിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്കായിരുന്നു എഡ്ജ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടി. ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടി. ഇതൊന്നും ഒരു ഏജൻസിയുടെ സഹായത്തോടു കൂടി ചെയ്തതല്ല. ഈ സുനിൽ കനകോലു എന്ന് പറഞ്ഞ വ്യക്തിയെപ്പറ്റി പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ഒരു ഈ രംഗങ്ങളിലൊക്കെ പല സംസ്ഥാനങ്ങളിലും പോയി എക്സ്പേർട്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേരളം വളരെ വ്യത്യസ്തമായൊരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. ഇവിടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റാണ്. ഇവിടെ അങ്ങനത്തെ കഴിഞ്ഞ ഇലക്ഷനിൽ ടൈഡൽ 7 എന്ന് പറയുന്ന ഒരു ഏജൻസി CPMന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഏജൻസി ഒന്നും ഉണ്ടായിരുന്നില്ല അന്നും. ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു ഏജൻസി ഇല്ല, ഒരു ഏജൻസിയും ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തില്ല. ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഇതനുസരിച്ച് വല്ല സർവേ ഒക്കെ നടത്താം, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സർവേ നടത്താം, ആളുകളുടെ ട്രെൻഡ് മാറുണ്ടോ എന്ന്. അതൊക്കെ ഇവിടെ ലോക്കലായിട്ട് തന്നെ ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു ടാഗ് ലൈൻ നമുക്ക് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. എൻ്റെ ഒരു വളരെ അടുത്ത ഒരു സുഹൃത്താണ് ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാറുള്ളത്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് കോൺഗ്രസിനോ UDFനോ അങ്ങനെ വലിയൊരു കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു ഏജൻസിയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ചെയ്തത് CPM ആണ് കഴിഞ്ഞ ഇലക്ഷൻ. ഞാൻ പറഞ്ഞില്ല, മുംബൈയിലെ ഏറ്റവും വലിയ പ്രശസ്തമായ ഒരു ഏജൻസിയാണ് ടൈഡൽ 7. അവരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ച ആളാണ് പിണറായി വിജയൻ തന്നെ. അതിൻ്റെ അകത്ത് സ്വഭാവത്തിലൊക്കെ ചില മാറ്റമൊക്കെ വരുത്തി, അപ്രോച്ചിലൊക്കെ മാറ്റമൊക്കെ വരുത്തി. അദ്ദേഹത്തിന് ചെയ്തൊന്നും തെറ്റൊന്നുമില്ല. അവരൊരു ഇന്നത്തെ കാലത്ത് ഒരു പ്രൊഫഷണൽ ഏജൻസിയോട് സഹായം തിരഞ്ഞെടുപ്പിന് ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഇത് ഏത് കാലത്തെ ഇവർ ജീവിക്കുന്നത്? ഇവർ ഇരട്ടത്താപ്പാണ്. ഇവരിത് ചെയ്യുകയും ചെയ്യും, നമ്മൾ ചെയ്യുന്നൊന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യും. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളെ എല്ലാവരും അറിയാമല്ലോ, നമ്മളൊക്കെ എത്ര വർഷം, ഞാൻ ഇത്രയും വർഷമായിട്ട് പൊളിറ്റിക്സ് നിൽക്കുന്നതല്ലേ. നാളെ ഒരു കാര്യത്തിൽ ഒരു പ്രസംഗം നടത്താൻ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്താൻ എനിക്ക് ഈ ഏജൻസിയുടെ സഹായം വേണോ? ആ ഏജൻസി എനിക്ക് തരുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ നടത്തില്ലേ? നമ്മളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളല്ലേ, ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളല്ലേ, വിവിധ വിഷയങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പഠിക്കുന്ന ആളുകളല്ലേ, ഹോംവർക്ക് ചെയ്യുന്ന ആളുകളല്ലേ. ഞങ്ങളൊക്കെ നിയമസഭയിൽ വന്ന് പ്രസംഗിച്ചത്, ഇത്രയും കൊല്ലം പ്രസംഗിച്ചത് ഈ ഏജൻസി എഴുതി തന്ന പ്രസംഗമാണോ? അല്ലല്ലോ. ഞങ്ങൾക്ക് കാഴ്ചപ്പാടില്ലേ? ഞങ്ങൾ കൂടിയാലോചനകൾ വഴി ഇൻട്രാക്ഷൻസ് നടത്തി പരസ്പരം ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് ആ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലേ? ഇനി അഥവാ ഒരു ഏജൻസിയുടെ സഹായം തേടിയെന്ന് വിചാരിക്കട്ടെ, അതിലെന്ത് തെറ്റാ?
ഇന്നത്തെ കാലമല്ലേ. EMS മുതൽ പിണറായി വിജയൻ വരെ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ, അതിനിടയിൽ കോൺഗ്രസിൻ്റെ ശ്രീ AK ആൻ്റണി, K കരുണാകരൻ, R ശങ്കർ, അങ്ങ് ഈ പദവിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആരെ അനുകരിക്കാനാണ്, ഏത് ശൈലി അനുകരിക്കാനാണ്? അല്ല, ഞാനത് മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളത് സാങ്കല്പികമായൊരു ചോദ്യമാണ്. കാരണം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഇപ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കോൺഗ്രസിനൊരു പരമ്പരാഗതമായ രീതിയുണ്ട്. അതനുസരിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു നടപടിക്രമം അനുസരിച്ചിട്ടാണ് CLP ലീഡറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് സാങ്കല്പിക ചോദ്യമാണ്. അതെ. അതൊന്ന് തിരിച്ചിട്ട് കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിമാരെയൊക്കെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. അതെ, ഞാനത് പലർക്കും പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ C അച്യുതമേനോൻ വളരെ ശ്രദ്ധേയനായൊരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ആകർഷിച്ചൊരു മുഖ്യമന്ത്രി R ശങ്കർ. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രസംഗങ്ങൾ നിയമസഭയിൽ വായിച്ചിട്ടുണ്ട്. ധനകാര്യമന്ത്രി കൂടിയായിരുന്നു. പുതിയ ഇപ്പോൾ പെൻഷൻ പദ്ധതി കൊണ്ടുവന്ന അദ്ദേഹമാണ്. ലാൻഡ് റീഫോംസ് ആക്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. നല്ല ഒരു തലയെടുപ്പുള്ളൊരു ടവറിങ് പേഴ്സണാലിറ്റി ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഞാൻ ശങ്കർ സാറിൻ്റെ ഒരു ആരാധകനായിരുന്നു. അല്ല, ഇപ്പോഴും അതെ. ഞാൻ എല്ലാ പ്രസംഗവും ഫിനാൻസിലൊക്കെ എന്ത് രസമായിട്ട് അദ്ദേഹം പ്രസംഗിക്കും. അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ധനകാര്യമന്ത്രി കൂടി ആയിരുന്ന ഒരാളാണ്. K കരുണാകരൻ നമ്മുടെ എല്ലാം ഗുരുതുല്യനായിട്ടുള്ള ഒരാളല്ലേ, പിതൃതുല്യനായിട്ടുള്ള ഒരാളാണ്. നമ്മളെയൊക്കെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ശ്രീ AK ആൻ്റണി. നമ്മളിപ്പോഴും ഇതുപോലെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ഈ ഏജിൽ ബാല്യ കോൺസെൻട്രേഷൻ. ഇപ്പം നമ്മൾ ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ പോയി കറങ്ങി നടക്കണം, നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിനുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതല്ല, ഇപ്പം ഞാൻ VS അച്യുതാനന്ദൻ്റെ കാര്യം പറഞ്ഞു. പിണറായി വിജയനും ഇതുപോലെ രാഷ്ട്രീയത്തിലും ജനങ്ങളുടെ ഇടയിലും പ്രവർത്തിച്ച് പരിചയസമ്പന്നനായ ഒരാളാണ്. ആകാശത്ത് നിന്ന് പൊട്ടി വീണ ആളൊന്നുമല്ല. ഞാനങ്ങനെ പറയത്തില്ല. അദ്ദേഹത്തിൻ്റെതായ പ്രത്യേകതകളും അദ്ദേഹത്തിൻ്റെതായ ചില സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അവർക്കെല്ലാം ഓരോരുത്തരും EMSൻ്റെതായ ഒരു ലൈനുണ്ടായിരുന്നു, അല്ലേ? ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു, അതേ എഴുത്തുകാരനായിരുന്നു, വായന ഉള്ള ആളായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോനെപ്പോലുള്ള പ്രഗത്ഭരായ ആളുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഓരോ തരത്തിലാണ് നമ്മളവരെ ഓരോരുത്തരെ നോക്കിക്കാണുന്നത്. പിന്നെ ഇവരെ ആരെയും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അവരുടെ പ്രത്യേകതകൾ, അവർ ഏത് കാര്യത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ നോക്കുക. ഞാൻ യഥാർത്ഥത്തിൽ ഒരു നെഹ്റുവിയനാണ്. ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഡ്രീമി ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരാളാണ് ഞാനത് അദ്ദേഹത്തെ വായിച്ച്. അപ്പോൾ എനിക്ക് എപ്പോഴും എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ്, സ്വപ്നതുല്യമായ പദ്ധതി എന്ന് പറയരുത്, നടപ്പാക്കാൻ പോകുന്ന പദ്ധതി എന്ന് പറയണം. നമ്മൾ ആദ്യം ഡ്രീം ഉണ്ടാവണം. നമുക്ക് ഈ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സിംഗപ്പൂരും സിയാറ്റിലും ലോകത്തിലൊക്കെ നടക്കുന്ന സമയത്ത് ഒരു കേരളം പോലെ 600 കിലോമീറ്റർ ഈ തീരദേശം ഉള്ള കടലുള്ള ഒരു സ്ഥലത്ത് ഒരു കോസ്റ്റൽ ഷിപ്പിംഗ് കൊണ്ടുവന്ന് ഈ പോർട്ടിനേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റണം. 15 കൊല്ലം മുമ്പ് എൻ്റെ സ്വപ്നമാണ്. 15 കൊല്ലം മുമ്പ്. ഞാനിപ്പോൾ അത് യാഥാർത്ഥ്യമാക്കി പറയാൻ പറ്റിയ അവസരം എനിക്ക് ഇപ്പോഴാണ്. ഞാൻ ആ അവസരം ഉപയോഗിച്ചു. എൻ്റെ മനസ്സിൽ കിടന്നിരുന്ന ഒരു സ്വപ്നമാണ്. ഞാൻ കേരളം, അപ്പോൾ സിംഗപ്പൂരും സിയാറ്റിലിനെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്യും. അപ്പോൾ നമ്മൾ വിദേശത്ത് പോകുമ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓരോ ധാരണകൾ ഉണ്ടാവണം. പോർട്ട് സിറ്റിയെ ഈ പോർട്ടൊക്കെ ഡെവലപ്പ് ചെയ്താൽ ഈ തീരപ്രദേശത്ത് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, കേരളത്തിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ ഇക്കോണമിയെ നമുക്ക് കുറേ കൂടി ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ ഞാൻ ഡ്രീമിയാണ്. സ്വപ്നം കാണുകയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഇത്തരം കാര്യങ്ങളിൽ. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചുകൂടി എനിക്കൊരു ലീനിയൻസ് എന്ന് പറയുന്നത് ഒരു നെഹ്റു ലൈനാണ്. കാരണം അദ്ദേഹമാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തത്. ഞാൻ ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കളക്റ്റീവായിരുന്നു. എഴുതിയതെല്ലാം വായിച്ചിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അത് നമുക്ക് ചിലരെ മനസ്സിൽ നമുക്ക് ഇതുപോലെ ഇപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് 1970 ആ ഒരു ഹോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അദ്ദേഹം സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. എത്ര കൊല്ലം മുമ്പ്? 55 കൊല്ലം മുമ്പ്. സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നൊരു മലയാളി കേൾക്കാത്ത കാലത്ത് അദ്ദേഹം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയപ്പോൾ ഏത് സബ്ജക്റ്റ് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ആറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. പിള്ളേർ കളിയാക്കാൻ, രാഷ്ട്രീയക്കാരാണ്. 1.5 മണിക്കൂർ ആറ്റത്തെക്കുറിച്ച് സംസാരിക്കും.
ഞാനതൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിലും ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് പറ്റണം എന്ന് ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ വായിക്കും, നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ നിയമസഭയിൽ ഞാൻ ആദ്യ കാലഘട്ടത്തിലേക്ക് എല്ലാ സബ്ജക്റ്റും മാറി മാറി സംസാരിക്കും. ഒരു ആർത്തി പോലെയാണ്. എന്നോട് ചിലർ ചോദിക്കും നിനക്കെന്താ ആർത്തി? അത് ഞാൻ SC/ST സബ്ജക്റ്റ് സാധാരണ അധികം പേര് സംസാരിക്കില്ല, ഞാൻ അതിലും സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഫിനാൻസിൽ സ്ഥിരമായിട്ട് സംസാരിക്കും. അതൊക്കെ നമ്മുടെ ചില കൗതുകങ്ങളാണ്. നമ്മൾ പറയില്ലേ ഇൻ സെർച്ച് ഓഫ് നോളജ്, നമ്മൾ അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ്. കൂടുതൽ വായിക്കുക, കൂടുതൽ അറിയുക, കൂടുതൽ കൗതുകത്തോടെ ഇരിക്കുക. ഇപ്പോൾ എനിക്കൊരു 10-18 വയസ്സുള്ളപ്പോഴുള്ള ഒരു ജിജ്ഞാസ, കാര്യങ്ങൾ അറിയാനുള്ളൊരു ജിജ്ഞാസയുണ്ട്. അതെനിക്ക് ഈ വയസ്സിലും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ സന്തോഷം. എനിക്കിപ്പോഴും ഒരു പുതിയ കാര്യം അറിയാനും പഠിക്കാനും ഉള്ള താല്പര്യമുണ്ട്. അതൊന്നും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതൊക്കെയല്ലേ നമ്മളെ പലരെയും സന്തോഷിപ്പിക്കുന്നത്. ജീവിതത്തിൽ പലർക്കും സന്തോഷം ഉണ്ടാകുന്നത് പല കാര്യത്തിലാണ്. നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ്. ഓരോരുത്തരും സന്തോഷം കണ്ടെത്തുന്ന ഓരോ വഴികളിലാണ്. 2016 ഇതേപോലെ വലിയ ശുഭപ്രതീക്ഷയോടെയാണ് അന്നും UDF തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു സാധ്യതകൾ രണ്ട് വശത്തും ഉണ്ടാവും, അങ്ങനെ മുൻകൂട്ടി കാണാനും പറ്റാം. അങ്ങനെ ഒരു തിരിച്ചടി UDFനുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വവും ധാർമ്മികമായിട്ട് ഉള്ള ഒരു ഏറ്റെടുക്കൽ അതൊക്കെ ഒരു ചോദ്യമായി മാറില്ല. തീർച്ചയായിട്ടും 2016 ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ തോറ്റുപോകുമെന്ന് നേതൃത്വത്തോട് വ്യക്തമായി പറഞ്ഞ ഒരാളാണ് ഞാൻ. 2016 2026 ഒരു സാങ്കല്പികമായ ചോദ്യമാണ്. ഒരു തോൽവി ഉണ്ടായാലോ ചോദിക്കാം, ചോദിക്കണേലൊന്നും ഒരു തെറ്റുമില്ല, ചോദിക്കാം. ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസം. തോൽവി ഉണ്ടായാൽ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കായിരിക്കും. ജയത്തിന് എല്ലാവരും, ജയം ഒരാളുടെ സ്വന്തമല്ല, അത് ടീമിൻ്റെ വർക്കാണ്. പക്ഷെ തോറ്റാൽ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി, മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും എനിക്കായിരിക്കും. ഞാൻ അങ്ങനെ തോറ്റാൽ, UDF തോറ്റാൽ വനവാസത്തിന് പോകുമെന്നാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കും. ഞാൻ പിന്നെ ഉണ്ടാവില്ല, ഉറപ്പായിട്ടുണ്ടാവില്ല. പിന്നെ അതിനർത്ഥം ഞാൻ അതിനെ ജയിപ്പിച്ചു കൊണ്ടുവരാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിഷനാണ്. UDFനെ തിരിച്ചു കൊണ്ടുവരണം എന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിഷനാണ്. ആ മിഷനിൽ എനിക്കതിനെ ഏകോപിപ്പിക്കാനുള്ള മിഷൻ, എല്ലാവരെയും ചേർത്ത്, ലീഡർഷിപ്പിനെ എല്ലാവരെയും ചേർത്ത് അതിൽ ഞാൻ പരാജയപ്പെട്ടാൽ പിന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ എൻ്റെ വ്യക്തിപരമായ അസസ്മെൻറ്റാണ്. വേറെ ആരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, വേറെ ആരെങ്കിലും അത് ചെയ്യാൻ പോയാൽ തടയും. എൻ്റെ വ്യക്തിപരമായതിൽ പിന്നെ ഞാൻ അതിൽ തുടരാൻ പാടില്ല. പിന്നെ വേറെ ആളുകൾക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കണം. ഞാൻ സജീവ രാഷ്ട്രീയത്തിലുണ്ടാവില്ല, കോൺഗ്രസ്സുകാരനായിരിക്കും. അങ്ങ് ഈ പറയുന്നത് വീണ്ടും താങ്കളുടെ ആ ദൃഢനിശ്ചയവും അതുപോലെ തന്നെ ഈ ശുഭാപ്തി വിശ്വാസവും ഒരിക്കൽ കൂടി അടിവരയിടുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് തീർച്ചയായിട്ടും എന്നെ എപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ അഹങ്കാരിയാണ്. ഞാൻ അവസാനം അതിനുള്ള ഒരു പ്രതിരോധം കണ്ടുപിടിച്ചത് ഞാൻ PK ബാലകൃഷ്ണൻ എഴുതിയ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ളൊരു പുസ്തകത്തിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരം നല്ലതല്ല, ദോഷമാണ്. ആത്മവിശ്വാസം നല്ലതാണ്, ഗുണമാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, അഹങ്കാരത്തിനും ആത്മവിശ്വാസത്തിനും ഇടയിൽ നേർത്ത വരമ്പ് മാത്രമേ ഉള്ളൂ. എനിക്ക് നല്ല ആത്മവിശ്വാസമുള്ള, എൻ്റെ ആത്മവിശ്വാസം എൻ്റെ പാർട്ടിയുടെയും UDFൻ്റെയും നേതാക്കളും അതിൻ്റെ പ്രവർത്തകരും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ചിന്തയാണ്. ഞാൻ കേരളത്തിൻ്റെ ഒരു സൈക്കി, അവരുടെ ഒരു മനസ്സ് അറിയാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെയാണ് നമ്മുടെ ആത്മവിശ്വാസം. പിന്നെ കഴിഞ്ഞ 5 വർഷം ചെയ്ത ജോലി എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു, ടീം വർക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാവരും തോക്കുമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ പ്രഡിക്ഷൻ കറക്റ്റായിരുന്നു. കാരണം അത് ഞാൻ ഇലക്ഷൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. ഇലക്ഷൻ ഒരു കലയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇലക്ഷൻ മത്സരിക്കുന്ന ആളാണ്. കോളേജിലും 6-7 വർഷം മത്സരിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി യൂണിയനിൽ മത്സരിച്ചു. ഇലക്ഷൻ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു ആർട്ടാണ്. അത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഭംഗിയായി ചെയ്യുക. ഇപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക്, ഇലക്ഷൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കേരളത്തിലൊരു മാറ്റമുണ്ടാകണം, കേരളത്തിലൊരു പുതുയുഗ പിറവി ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി കൂടിയിട്ടുള്ളൊരു ഫൈറ്റാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയമായ ഒരു ഭരണമാറ്റം മാത്രമല്ല, കേരളത്തിനൊരു മാറ്റമുണ്ടാകാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല വിൽ പവർ ഉണ്ടാകണം, നമുക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാകണം, കഠിനാധ്വാനം വേണം, ഇതിൻ്റെ ഇരട്ടി അധ്വാനിക്കണം. അപ്പോൾ
അതിൻ്റെ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും എനിക്കുണ്ട്. ഈ UDF ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വിപുലീകരണത്തിൻ്റെ ഒരു സാധ്യത ഇനി മുന്നിൽ കാണുന്നുണ്ടോ? ഒരുപാട് സാധ്യതകളുണ്ട്. UDF അടിത്തറ ഇനിയും വിപുലമാകും. ഇലക്ഷന് മുമ്പ് കൂടുതൽ പറഞ്ഞല്ലോ. ഏത് രീതിയിലാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് മാത്രം. താങ്കളും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു സാധാരണ കേരളീയന് ചിലപ്പോൾ ഇങ്ങനെ നിയമസഭാ നടപടികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾ കാണും, എവിടെയോ ഒരു മുൻകാലത്ത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ എപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. അതിനപ്പുറം ചില സൗഹൃദങ്ങളുടെ തലങ്ങളും അതിനിടയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് ഈ കഴിഞ്ഞ 5 വർഷം അങ്ങനെ ഒരു തലം ഇല്ലാതെ പോയി എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരോട് ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ. നേരത്തെ ഉണ്ടായിരുന്ന പല പ്രതിപക്ഷ നേതാക്കന്മാർ, രമേശ് ചെന്നിത്തല എന്നല്ല, അദ്ദേഹം ആരെക്കുറിച്ചും മോശമായിട്ട് പറയില്ല. പല പ്രതിപക്ഷ നേതാക്കളും, ഞാൻ VS കുറിച്ച് തന്നെ പറയാം. VS ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്, പലരെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് പലരും. ഞാനങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, പരിഹസിച്ചിട്ടൊക്കെ ഉണ്ട്. അത് അദ്ദേഹം എന്നെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്നോടൊരിക്കൽ പറഞ്ഞു, പഴയ വിജയനായിരുന്നെങ്കിൽ കാണാമായിരുന്നു, നിങ്ങൾക്ക് ഞാൻ നല്ല മറുപടി തന്നേനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ വിജയനെയും പേടിയില്ല, ഈ പുതിയ വിജയനെ ഞങ്ങൾക്ക് ആർക്കും പേടിയില്ല എന്നാണ്. അങ്ങനെയൊക്കെയുള്ള വാചകങ്ങളല്ലാതെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തലത്തിലേക്ക് പോയിട്ടില്ല. ഞാൻ നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു MLA മാത്രമായിരുന്നു. അന്നും ഞാൻ സംസാരിക്കുകയും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം കുറേ കൂടി ഗൗരവത്തോടു കൂടി മറ്റുള്ള MLAമാരോട് പറയുന്ന രീതിയിലല്ല എന്നോട് പെരുമാറിയിരുന്നത്. കുറച്ചുകൂടി ഒരു ഗൗരവത്തോടു കൂടി എന്നെ കണ്ടിരുന്നു. ഇപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാൻ പറയുന്ന കാര്യം പരസ്യമായിട്ട് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു വഴിവിട്ട് പോയിട്ടില്ല. വഴിവിട്ട് പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഏജ്, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, ഇത്രയും വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾ, ഞാൻ കമ്പാരിറ്റീവ്ലി ജൂനിയറാണ്. സ്വകാര്യമായൊക്കെ വല്ലപ്പോഴും വിളിച്ച് സംസാരിക്കുക. അല്ലല്ല, സ്വകാര്യമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം വിളിക്കും, ഞാൻ തിരിച്ചു വിളിക്കും, സംസാരിക്കും. അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു ബന്ധങ്ങളില്ല. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വ്യക്തിപരമായ ബന്ധങ്ങളില്ല. നല്ല കാണുമ്പോൾ വളരെ സൗഹൃദത്തോടുകൂടി സംസാരിക്കും, വിശേഷങ്ങൾ ചോദിക്കും, ആരോഗ്യകാര്യങ്ങൾ അന്വേഷിക്കും, യാത്രയുടെ കാര്യങ്ങൾ അന്വേഷിക്കും. ഒരു സാധാരണ കവിഞ്ഞ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വലിയ ബന്ധമായിട്ടില്ല. പക്ഷേ പരസ്പരം അദ്ദേഹം ഒരു ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറാറുള്ളത്. മുഖ്യമന്ത്രിയായി വരുന്നതിന് മുമ്പും താങ്കൾ പ്രതിപക്ഷ നേതാവായി വരുന്നതിന് മുമ്പും നേരത്തെയും താങ്കൾ രണ്ടുപേരും MLAമാരായി അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴും ഇതേ രീതിയാണോ കുറച്ചും കൂടെ അടുപ്പം ഉണ്ടായിരുന്നത്? അല്ല, ഞാൻ അതിനു മുമ്പ് അദ്ദേഹം MLA ആയപ്പോൾ ഞാൻ അസംബ്ലിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നപ്പോഴാണ് ഞാൻ വരുന്നത്. അദ്ദേഹം 10-20 കൊല്ലം ഉണ്ടായിരുന്നു. 20 വർഷത്തെ ഗ്യാപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായി അദ്ദേഹം വരുമ്പോഴും ഇപ്പുറത്ത് നിന്ന് ഈ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിനെ വിമർശിച്ചിരുന്ന ആൾ ഞാൻ തന്നെയായിരുന്നല്ലേ. MLA ആയിരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്തിരുന്ന ഒരാൾ ഞാൻ തന്നെയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, VD സതീശൻ എന്നെ പ്രകോപിപ്പിക്കാറുണ്ട് എപ്പോഴും, ഞാൻ പ്രകോപിതനാകാറുമുണ്ട്, ഇനി മുതൽ അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ അദ്ദേഹം ഈ ആദ്യത്തെ 5 വർഷത്തിൻ്റെ അവസാനം, അപ്പം ഞാനൊന്ന് കളിയാക്കി പറഞ്ഞത് അത് ഏതോ ഒരു ഏജൻസി അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. കാരണം ഞാൻ ലോ പ്രൊഫൈലായിട്ടുള്ള ഒരാളാണ്. ഞാനും അദ്ദേഹം കൂടി പിണങ്ങിയ അന്ന് അദ്ദേഹത്തിനല്ലേ ക്ഷീണം, അതാരെങ്കിലും ഉപദേശിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇടയ്ക്കിങ്ങനെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ചില സമയത്ത് അത് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തുകൊണ്ടാണോ എന്നല്ല. ഒരിക്കൽ അദ്ദേഹം അസംബ്ലിയിൽ അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞു. അന്ന് ഞാൻ MLA ആയിരിക്കും. അങ്ങ് തുടക്കത്തിൽ പറഞ്ഞു, ഈ നിലവിലുള്ള മന്ത്രിസഭയിലെ അംഗങ്ങൾ ഏറ്റവും മാർക്ക് കുറവ് കൊടുക്കുക ഈ ടീമിനാണ് എന്ന് താങ്കൾ പറയുകയുണ്ടായി. അതേസമയം ഈ ടീമാണ് ഏറ്റവും പുതുമുഖങ്ങളായ പ്രായം കുറഞ്ഞ ഒരു പുതിയ നിര എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ LDF ഇവരെ അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു സമ്പൂർണ്ണ പരാജയപ്പെട്ട മന്ത്രിമാർ എന്ന് ഈ ടീം വിലയിരുത്തപ്പെടുമ്പോൾ അത് മുഴുവൻ അവരെ മൊത്തമായിട്ട് തന്നെയാണ്? അല്ല, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ടീമിനെയാണ് നമ്മൾ പറയുന്നത്. വ്യക്തിപരമായി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആളുകളും നല്ല ആളുകളും കൊള്ളാവുന്ന ആളുകളും ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആസ് എ ടീം മോസ്റ്റ് ഇനഫിഷ്യൻറ്റ് ടീമാണ്. ഇങ്ങനത്തെ ഒരു മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ പരിശോധിച്ചോ. അങ്ങേറ്റവും മാർക്ക് കൊടുക്കുന്ന ഒരു ഭരണപക്ഷ MLA ആരായിരിക്കും ഈ സഭയിൽ? അല്ല, അങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റില്ല. കാരണം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ അതായിരിക്കും പ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ ഇത്. അതെടുത്ത് ആയുധമാക്കാം. അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ പറയാം.
ഏതായാലും അങ്ങ് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഭരണമാറ്റവും കോൺഗ്രസിനും UDF-നും തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം.